അറബിക്കടലിൽ ചിതറിക്കിടക്കുന്ന മനോഹരമായ ഒരു കൂട്ടം ദ്വീപുകളാണ് ലക്ഷദ്വീപ്. മനോഹരമായ കാഴ്ചകൾ കൊണ്ടും ഭവ്യപുറ്റുകൾ കൊണ്ടും കടൽ തീരത്തിൻ്റെ സൗന്ദര്യം കൊണ്ടും ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു സുന്ദരമായ പ്രദേശമാണ് ലക്ഷദ്വീപ്. 36 ദ്വീപുകൾ ചേർന്നതാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കവരത്തിയാണ്. ലക്ഷദ്വീപ് കാണണമെന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ, സന്ദർശകർ, അവിടെയുള്ള സൗന്ദര്യം, അതിൻ്റെ സൗന്ദര്യം ആവോളം നുകരാൻ ആഗ്രഹിക്കുന്ന സന്ദർശകർക്ക് ഇതുവരെ വലിയൊരു പ്രയാസം എന്നുള്ളത് അവിടെയുള്ള ലക്ഷദ്വീപ് സന്ദർശിക്കുന്നതിന് വേണ്ടിയുള്ള 1967 കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമങ്ങളായിരുന്നു. എന്നാൽ ആ നിയമങ്ങൾ ഇന്ന് ലഘൂകരിച്ചുകൊണ്ട് ആ നിയമവ്യവസ്ഥകൾ വളരെ സാധാരണക്കാർക്ക് പോലും അവിടെ പോയി സന്ദർശിക്കാൻ പറ്റുന്ന തരത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളത് ലോകത്ത് തന്നെയുള്ള എല്ലാ സന്ദർശകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായൊരു വാർത്തയാണ്. കേരളത്തിനോട് വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ദ്വീപാണ് ലക്ഷദ്വീപെങ്കിലും കേരളത്തിൽ ഒരുപാട് ആളുകൾ ലക്ഷദ്വീപ് കാണാനും അവിടെയുള്ള ജനസമൂഹത്തെപ്പറ്റി പഠിക്കാനും കടൽ തീരത്തിൻ്റെ സൗന്ദര്യം നുകരാനുമൊക്കെ വളരെ ആഗ്രഹം ഉള്ള ആളുകളാണ്. പക്ഷേ ഈ കെട്ടിപ്പിണഞ്ഞു നിൽക്കുന്ന കുറേ വ്യവസ്ഥകളാണ് നമ്മളെ തടഞ്ഞു നിർത്തിയതെങ്കിൽ വളരെ ലഘൂകരിക്കപ്പെട്ട വ്യവസ്ഥകൾ കൊണ്ടുവന്നുകൊണ്ട് അവിടെയുള്ള ടൂറിസം ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില തീരുമാനങ്ങൾ ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1967 വ്യവസ്ഥകളിൽ ഇത്തരം വ്യവസ്ഥകളാണ് ഇളവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ താമസിക്കുന്നത് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്ലിയറൻസ് വാങ്ങിക്കൊണ്ട് മാത്രമേ നമുക്ക് ലക്ഷദ്വീപ് സന്ദർശിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഈ പുതിയ വ്യവസ്ഥ പ്രകാരം പോലീസിൻ്റെ ആ സ്റ്റേഷൻ പരിധിയിലെ പോലീസിൻ്റെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ ക്ലിയറൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ലക്ഷദ്വീപ് സന്ദർശിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ ലക്ഷദ്വീപിലുള്ള ആരെങ്കിലും ഒരാൾ ഈ ലക്ഷദ്വീപിലേക്ക് നമ്മളെ സ്പോൺസർ ചെയ്യുകയും അവിടേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ലക്ഷദ്വീപിൽ ആരും തന്നെ സ്പോൺസർ ചെയ്യാതെ, ക്ഷണിക്കാതെ തന്നെ നമുക്കൊരു സന്ദർശകർ എന്നുള്ള നിലയ്ക്ക് ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള ഒരു നിയമസാധുത കൂടി ഈ വ്യവസ്ഥകൾ ലഘൂകരിച്ചതിലൂടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഓൺലൈനിൽ കയറി duty.lakshadweep എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ആധാറോ അതോടൊപ്പം തന്നെ ഇനി അതല്ലെങ്കിൽ ID കാർഡോ ഒരു ഫോട്ടോയിൽ കൊടുത്തുകൊണ്ട് അതിൽ നമുക്ക് ഓൺലൈനിൽ അത് പൂരിപ്പിച്ച് കൊടുക്കാനും വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പെർമിറ്റ് അനുവദിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ലക്ഷദ്വീപ് സന്ദർശിക്കാനും സാധിക്കുന്ന വ്യവസ്ഥകളാണ് അത് ലഘൂകരിച്ചുകൊണ്ട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് കൈക്കൊണ്ടിരിക്കുന്നത്. 1967 മുതലുള്ള ഒരു നിയമമാണ് ഈ ലഘൂകരിക്കപ്പെട്ട നിയമം. ഇതുവഴി നമുക്ക് മലയാളികൾക്ക് ഇനി ലോകത്ത് തന്നെ ലക്ഷദ്വീപ് സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ സുതാര്യമായി വളരെ പെട്ടെന്ന് തന്നെ ലക്ഷദ്വീപ് കാണാനും അത് ആസ്വദിക്കാനുമുള്ള ഒരു വലിയ സൗകര്യമാണ് ഒരുങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ മറ്റ് നിയമപ്രശ്നങ്ങളും അതോടൊപ്പം വ്യവസ്ഥകൾ ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ വരാനിരിക്കുകയാണ്. ഏതായിരുന്നാലും ലക്ഷദ്വീപ് യാത്ര ആഗ്രഹിക്കുന്നവരെ വളരെ സന്തോഷപുളകിതമാക്കുന്ന ഒരു നിയമവ്യവസ്ഥയുടെ ഭേദഗതി അല്ലെങ്കിൽ അതിൻ്റെ ലഘൂകരണമാണ് ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് നടത്തിയിരിക്കുന്നത്. ഇത് വളരെ സന്തോഷകരമാണ്. ഇനി ലക്ഷദ്വീപിലേക്ക് പോകുന്നവർക്ക് ഹാപ്പിയായി പോകാം. പോലീസിൻ്റെ ക്ലിയറൻസ് വേണ്ട, അതോടൊപ്പം തന്നെ അവിടെയുള്ള ആരുടെയെങ്കിലും സ്പോൺസർഷിപ്പ് വേണ്ട. അതുകൊണ്ട് ലക്ഷദ്വീപിൻ്റെ സൗന്ദര്യം നുകരാനുള്ള വലിയ സന്ദർഭമാണ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. ലക്ഷദ്വീപ് സന്ദർശിക്കാനുള്ള ഈ അവസരം ഉപയോഗപ്പെടുത്തുകയും ഇത് അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം, നന്ദി.